നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ മനോവിശ്ലേഷണ സമീപനം, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മനോവിശ്ലേഷണ സമീപനം പഠിക്കുകയായിരുന്നു. ആ മനോവിശ്ലേഷണ സമീപനത്തെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചിരുന്നു. അതിൽ രണ്ടാമത്തെ ഭാഗത്താണ് നമ്മൾ ഉള്ളത്, മനസ്സിന്റെ ഘടനയെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ. അവിടെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിന്റെ ഘടനയെ സിഗ്മണ്ട് ഫ്രോയിഡ് മൂന്നായിട്ടാണല്ലോ തിരിക്കുന്നത്. ഇത് എന്ന് പറയുന്നത്, ഈഗോ എന്ന് പറയുന്നത്, സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇത് എന്ന് പറയുന്ന മനസ്സിന്റെ ഘടനയെക്കുറിച്ച്, ആ ഭാഗത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഇതെന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, തോന്നിയാസിയാണ് അല്ലെ. അതായത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ പ്ലഷറിന്, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മളെ താല്പര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ആര്, മനസ്സിന്റെ ഇത് എന്ന് പറയുന്നത്. പെട്ടെന്ന് ഒരു കാര്യം കാണുന്നു, എനിക്കത് വേണം. ഇത് പ്രവർത്തിക്കുന്നത് സുഖതത്വം, പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ അനുസരിച്ചാണ്. എനിക്ക് കിട്ടണം, അത്രയേ ഉള്ളൂ, എന്റെ കാര്യം മാത്രം, ബാക്കി എന്തായാലും കുഴപ്പമില്ല. അതായിരുന്നു മനസ്സിന്റെ ഇത് എന്ന് പറയുന്ന ഭാഗം. ഇപ്പൊ വിശക്കുമ്പോ പെട്ടെന്ന് ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അക്ഷമരാവില്ലേ, അതൊക്കെ ഇതിന്റെ പ്രവർത്തനമാണ്. എനിക്ക് കിട്ടണം, എനിക്ക് കിട്ടണം, എനിക്ക് കിട്ടണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ മനസ്സിന്റെ രണ്ടാമത്തെ ഭാഗമാണ്, ഘടനയിൽ രണ്ടാമത്തെ ഭാഗമാണ് അഹം അഥവാ ഈഗോ. ഇതും കഴിഞ്ഞ് മൂന്നാമത്തെ ഭാഗം സൂപ്പർ ഈഗോ അഥവാ അത്യഹം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ശരിക്കും നമ്മുടെ കഴിഞ്ഞ ഇതിന്റെ പ്രത്യേകത എന്താ, ഇത് നമ്മളെ സുഖതത്വമാണ് ഇത് ഫോളോ ചെയ്യുന്നത്. മീൻസ് നമുക്ക് കിട്ടണം 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 എന്നുള്ള ആഗ്രഹമാണ് ഇത് തരിക. എന്നാൽ ഇനി വരാൻ പോകുന്ന സൂപ്പർ ഈഗോ, അത്യഹം, നിയന്ത്രിക്കുകയാണ് ചെയ്യുക നമ്മളെ. അതിന്റെ രണ്ടിന്റെയും നടുവിലായിട്ടാണ് അഹം അഥവാ ഈഗോ വരുന്നത്. ഇതിനെ നിയന്ത്രിക്കുന്ന അഥവാ അടക്കി നിർത്തുന്ന വൈകാരിക ശക്തിയാണ് അഹം അല്ലെങ്കിൽ ഈഗോ. ഇത് പറഞ്ഞു നമ്മളെ പ്രശ്നത്തിൽ കൊണ്ടുപോയി ചാടിക്കും. സുഖതത്വം ഉപയോഗിച്ചത് അനുസരിച്ച് പ്രവർത്തിച്ചിട്ട് എല്ലാം നമുക്കിങ്ങ് വേണം എന്നുള്ള ചിന്തയിലേക്ക് എത്തിക്കും. അങ്ങനെ നമ്മൾ പലതും അനുവാദമില്ലാതെ എടുക്കാനൊക്കെ സാധ്യതയുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ മനസ്സിന്റെ ഇതിനെ നിയന്ത്രിക്കുന്ന, അടക്കി നിർത്തുന്ന വൈകാരിക ശക്തിയാണ് ഈഗോ. അതുകൊണ്ട് തന്നെ അഹം അഥവാ ഈഗോ ഒരു നിയന്ത്രണ ഘടകമാണെന്ന് പറയാം. അപ്പൊ നമ്മുടെ ഇത് പറയുന്നു, കാണുന്നൊക്കെ എനിക്ക് കിട്ടണം, എനിക്ക് കിട്ടണം എന്ന്, അല്ലെങ്കിൽ എല്ലാ പ്ലഷറും എനിക്ക് കിട്ടണം, സുഖം എനിക്ക് കിട്ടണം എന്ന് പറയും. അപ്പൊ നമ്മളോട് ഈഗോ പറഞ്ഞു തരും, അങ്ങനെയൊന്നും ചെയ്യരുത്, അത് നമുക്ക് അവകാശപ്പെട്ടതല്ല, അങ്ങനെ ചെയ്താൽ കുറെ സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഒറ്റ ഉദാഹരണത്തിൽ രണ്ടും പറഞ്ഞുതരാം. ഇപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു, ഞാൻ പോകുമ്പോ ഒരു ഷോപ്പിൽ നിറയെ ഇങ്ങനെ ഭക്ഷണമൊക്കെ വെച്ച കാണുന്നുണ്ട്. അപ്പൊ എന്റെ ഇത് പറയാണ്, എടാ പോയി എടുത്ത് തിന്ന്, എടാ നിനക്ക് വിശക്കുന്നില്ലേ, പോയി തിന്ന്. ഇതങ്ങനെയാണ്, നമ്മുടെ കാര്യം മാത്രമേ നോക്കൂ. അപ്പൊ വേഗം ഈഗോ ഇടപെട്ടിട്ട് എന്നോട് പറയും, എടുക്കരുത്, അന്യന്റെ മുതലാണ്, എടുത്ത പ്രശ്നമാണ്. അതാണ്, അങ്ങനെ എന്റെ ഇതിനെ നിയന്ത്രിക്കുന്ന ഘടകമാണ് എന്ത്, ഈഗോ അഥവാ അഹം. ഈഗോ ആത്മനിഷ്ഠമായ അനുഭവങ്ങളും നമ്മളുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളെയും വസ്തുനിഷ്ഠമായ ശരികളെയും വേർതിരിച്ചറിയും. ഈഗോ ആവുമ്പോ നമുക്കെന്ത് വേണം എന്നുള്ളതും വേർതിരിച്ചറിയും, എന്നാൽ വസ്തുനിഷ്ഠമായിട്ട് ഈ സമൂഹത്തിലുള്ള ശരികളെയും വേർതിരിച്ചറിയും. പക്ഷേ ഇതിന് ആത്മനിഷ്ഠത മാത്രമേ അറിയൂ, നമ്മുടെ കാര്യം മാത്രമേ അറിയൂ. അതുകൊണ്ട് എല്ലാം കിട്ടണം എന്ന് തോന്നും, സന്മാർഗം ഉണ്ടാവില്ല. ഓക്കെ, ഈഗോ പക്ഷെ രണ്ടും വേർതിരിച്ചറിയുന്നത് കൊണ്ട് ഈ ഇതിന്റെ തോന്നലിനെ ബ്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ നിയന്ത്രിക്കും. ഇനി ഈഗോ പ്രായോഗിക തത്വം ഉപയോഗിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതെങ്ങനെയായിരുന്നു പ്രവർത്തിക്കുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ ആണ്, സുഖതത്വം, കിട്ടണം കിട്ടണം എന്നേ ഉള്ളൂ. എന്നാൽ ഈഗോ പ്രായോഗിക തത്വമാണ്, പ്രാക്ടിക്കലാണ്, അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യും. ഇത് കാരണം ഉണ്ടാകുന്ന വൈകാരിക ത്വരയെ, ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ത്വരയെ പ്രായോഗിക തലത്തിൽ കൈകാര്യം ചെയ്യാൻ ഈഗോയ്ക്ക് സാധിക്കുന്നു. അങ്ങനെയാണ് ബാലൻസ് ചെയ്ത് പോവാ. മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത് ഈഗോ അല്ലെങ്കിൽ അഹമാണ്. വ്യക്തിത്വത്തിന്റെ പാലകൻ എന്നും അറിയപ്പെടുന്നത് ഈഗോ ആണ്. ആ പേരൊന്ന് നോക്കേ, മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ്. പോലീസ് ഫോഴ്സ് എങ്ങനെയാ, നമ്മൾ നിയമം തെറ്റിക്കുമ്പോൾ നമ്മളോട് പറയും പാടില്ല, അതല്ലേ പോലീസ്. അതേപോലെ തന്നെ ഇത് വന്നിട്ട് നമ്മളോട് അത് ചെയ്യ്, ഇത് ചെയ്യ്, നമ്മുടെ സുഖമാണ് വലുത് എന്ന് പറയുമ്പോൾ ഈഗോ വന്നിട്ട് പറയും പാടില്ല, നമ്മൾ സാമൂഹ്യ ജീവിയാണ്, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അപ്പം മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്ന് നമുക്ക് ആരെ വിളിക്കാം, ഈഗോയെ വിളിക്കാം. അതാണല്ലോ നമ്മളെ നിയന്ത്രിക്കുന്നത്. വ്യക്തിത്വത്തിന്റെ പാലകൻ, വ്യക്തിത്വത്തെ പാലനം ചെയ്യുന്നത് എന്തായാലും ഈഗോ ആണ്. കാരണം ഇത് പറയും പോലെ നമ്മൾ കേട്ട് തോന്നിയതൊക്കെ ആൾക്കാരിന്നൊക്കെ എടുത്തോണ്ട് പോയി, അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം ജീവിച്ചാൽ നമുക്ക് നല്ല വ്യക്തിത്വം ഉണ്ടാവില്ല. ഈഗോ നമ്മളോട് പറയുന്നത് കേട്ട്, അഹം നമ്മളോട് പറയുന്നത് കേട്ടിട്ട് എല്ലാത്തിലും ഒരു കൺട്രോൾ ഉണ്ടായാലേ നമുക്ക് നല്ല വ്യക്തിത്വം ഉണ്ടാവും. അപ്പോൾ ഈഗോ അല്ലെങ്കിൽ അഹം എങ്ങനെയൊക്കെ അറിയപ്പെടുന്നു, മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നും അറിയപ്പെടുന്നു, വ്യക്തിത്വത്തിന്റെ പാലകൻ എന്നും അറിയപ്പെടുന്നു. ഇതിന്റെ ശക്തമായ പ്രാകൃത ചോദനകളും, മോശമായിട്ടുള്ള ചോദനകൾ, താല്പര്യങ്ങളും സൂപ്പർ ഈഗോയുടെ, അത് വരാൻ പോകുന്നതാണ്, അത്യഹം പഠിക്കാം നമുക്ക്. ശക്തമായ നിയന്ത്രണങ്ങളും, അത് നമ്മളെ ശക്തമായി നിയന്ത്രിക്കും. തമ്മിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നത് ആരാണ്, ഈഗോയാണ്. അത്യഹത്തിന്റെ അഥവാ സൂപ്പർ ഈഗോയുടെ സമ്മർദ്ദങ്ങളിൽ നിന്ന് വ്യക്തിയെ സന്തുലനത്തോടെ ബാലൻസ് ചെയ്ത് സംരക്ഷിച്ചു നിർത്തുന്നത് ആരാണ്, ഈഗോയാണ്. യാഥാർത്ഥ്യ ബോധ തത്വം അനുസരിച്ചാണ് അഹം പ്രവർത്തിക്കുന്നത്, റിയലിസ്റ്റിക് ആണ്. ഇതിനെ നമ്മള്